ഹലോ മൈ ഗേൾസ്, വെൽക്കം ടു ദ ലീഫ് വേൾഡ്. അപ്പം ഇന്നത്തെ വീഡിയോ ചെറുങ്ങനൊരു പഠിക്കുന്ന വീഡിയോ ആണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എൻ്റെ അനിയത്തി ഉണ്ട് കേട്ടോ ഇന്ന് വീഡിയോ ആക്കാൻ. ലെറ്റ്സ് ഗോ അല്ലേ. അപ്പോൾ നെജുക്ക് ഓളെ പേര് നെജു. അപ്പോൾ ഓൾക്ക് തഫീമുത്തിലാവ എനിക്ക് ഫിക്കുവാണ്. അപ്പം നമുക്ക് പഠിക്കാം. ഞാൻ 1ാം പാഠം പഠിക്കുന്നു. പിന്നെ ചോദ്യമെല്ലാം നോക്കിയിട്ടായിട്ട് എനിക്ക് നിങ്ങൾക്കറിയാം ഗൈസ്, നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ ഏതെല്ലാം? അറിയാത്തവർക്ക് മനസ്സിൽ ഞാൻ പറയാം. ഭ്രാന്ത്, ബോധക്ഷയം, പിന്നെ സൂര്യ ഉദിക്കും മുമ്പ് ഭ്രാന്ത് സുഖപ്പെട്ട ഏതെല്ലാം നിഷ്കരിക്കണമെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ഏതെല്ലാം വെച്ചാൽ മഗ്‌രിബ്, ഇശാ, സുബ്ഹി. ഫസ്റ്റ് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ കുറച്ചെല്ലാം ഈസി ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരു പാട്ടാക്കിട്ടോ. ഇപ്പോൾ ഞാൻ പാടാം. പരിശുദ്ധ ഇസ്ലാം നമുക്ക് പല അനുകൂല്യം നൽകിയിട്ടുണ്ട്. അവ ഏതാണെന്നറിയാമോ? ഖുഫിന്റെ മേൽ തടവൽ, തയമ്മും കസർജമുമാക്കി നിസ്കരിക്ക മുതലായ അതിൽ പെട്ടതാണ് അൽ മസ്ഹു അലാ ഖുഫൈൻ. കാൽപാദം നെരിയാണി ഉൾപ്പെടെ മറയുന്ന പദരക്ഷയാണ് ഖുഫ്. എല്ലാ സമയത്തും അത് ധരിക്കലായിരുന്നു അറബികളുടെ പതിവ്. വുളൂഇൽ കാൽ കഴുകുന്നതിന് പകരം അതിന്മേൽ തടവിയാൽ മതി എന്നത് ഇസ്ലാം നൽകിയ ഇളവാകുന്നു. കുളിയിൽ അതൊഴിച്ചു കഴുകുക തന്നെ വേണമല്ലോ. കാൽ ഉൾപ്പെടെ കഴുകുക, വുളൂ ചെയ്യുക. ധരിച്ച് യാത്രക്കാർ 3 ദിവസവും അല്ലാത്തവർക്കും 1 ദിവസം ആകുന്നു ഈ അനുകൂല്യം. ഖുഫ് ധരിച്ച് അശുദ്ധി ഉണ്ടായത് മുതലാകുന്നു ഈ സമയപരിധി. സമയം കഴിഞ്ഞാൽ ഖുഫ് ഒഴിച്ച് കാൽ കഴുകണം. ഖുഫിന്റെ മേൽ തടവൽ അനുവദനീയമായ 5 ഷർത്തുകൾ: ഖുഫ് ചുറ്റിയുണ്ടായിരിക്കൽ, നെരിയാണി ഉൾപ്പെടെ മറിയുണ്ടായിരിക്കൽ, ഉള്ളിലേക്ക് വെള്ളം കടക്കാതിരിക്കൽ. 4 ഖുഫ് ധരിച്ചാൽ നടക്കാൻ കഴിയുന്നതായിരിക്കൽ, പൂർണ്ണമായി ഉള്ളൂ ധരിച്ചതായിരിക്കൽ. അപ്പം ലവ് ആൻഡ് ബൈ.